നമസ്കാരം. ഏവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ശബരിമലയിലെ മകരജ്യോതി ദിവസം അഥവാ മകരവിളക്ക് ദിവസം. ഇന്നേ ദിവസം ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഈ സമയം ഏതൊരു ഭക്തനും അറിയാതെ നാവിൽ ശരണമന്ത്രങ്ങൾ ഉരുവിടുന്നതുമാണ്. ഇന്നേ ദിവസം വീടുകളിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതും ആ വീടുകളിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ്. കലിയുഗഭരതനായ അയ്യപ്പസ്വാമി ആ വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ പറയാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്ന പോലും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. ഏവരും സ്വാമിയുടെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും സ്വാമിയെ ശരണമയ്യപ്പ എന്നെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ശബരിമലയിൽ മകരസംക്രമ പൂജയും മകരവിളക്കും ജനുവരി 14 ബുധനാഴ്ചയാണ് നടക്കുക. അന്ന് ഉച്ച കഴിഞ്ഞ് 3:08 മകരസംക്രമ പൂജ നടക്കുക. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പകരുന്ന സമയത്താണ് മകരസംക്രമ പൂജയും മകരസംക്രമ അഭിഷേകവും ശബരിമലയിൽ നടക്കുക. സംക്രമം ഏത് സമയത്താണ് എങ്കിലും അപ്പോഴാണ് ശബരിമലയിൽ മകരസംക്രമ പൂജ നടക്കുക. ഈ സമയം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാം പൂജാമുറിയിൽ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായി തീരും. 2026 ജനുവരി 14 ബുധനാഴ്ച പകൽ 3:08 അനിഴം നക്ഷത്രം 3-ാം പാദം വൃശ്ചികക്കൂറിലാണ് മകരസംക്രമം നടക്കുന്നത്. മകരജ്യോതി തെളിയുന്നത് 6:40 അതായത് ജനുവരി 14 തീയതി 6:40 സന്ധ്യയ്ക്ക് 6:40 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. ആ ഒരു കാഴ്ച കാണുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത്. ഇന്നേ ദിവസം എന്തെല്ലാമാണ് പൂജാമുറിയിൽ നാം ചെയ്യേണ്ടത് അതേക്കുറിച്ച് അറിയാം. ആദ്യമേ തുടങ്ങേണ്ടത് തലേ ദിവസമാണ്, അതായത് ജനുവരി 13 തീയതി. ഇന്നേ ദിവസം പരമാവധി തന്നെ ഏവരും ശ്രമിക്കണം വീടും പരിസരവും വൃത്തിയാക്കുവാൻ. സാധിച്ചില്ല എങ്കിൽ ജനുവരി 14 തീർച്ചയായും വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. ഇന്നേ ദിവസം അതിരാവിലെ ഉണർന്ന് കുളിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. ഇന്നേ ദിവസം വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ വീടിന്റെ ഉൾഭാഗം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷവും മഞ്ഞൾ ജലം, ഉപ്പുജലം, ആദ്യം ഉപ്പുജലം തെളിക്കണം, അതിനുശേഷം മഞ്ഞൾ ജലം തെളിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശേഷം നിങ്ങളെ പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കണം. പ്രധാന വാതിലിൽ നിങ്ങൾക്ക് സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം വരയ്ക്കാവുന്നതാണ്. ഇനി പൂജാമുറിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പൂജാമുറിയിൽ തീർച്ചയായും നിങ്ങൾ ചിത്രങ്ങൾ, അതായത് ദൈവിക ചിത്രങ്ങൾ എല്ലാം പച്ചക്കർപ്പൂരം കൊണ്ടുള്ള ജലം കൊണ്ട് തുടയ്ക്കേണ്ടതാണ്. ഇനി പച്ചക്കർപ്പൂരം ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ജലം കൊണ്ടാണ് എങ്കിലും തുടച്ച് പൊടിയെല്ലാം കളഞ്ഞ് വളരെയധികം ശുദ്ധിയാക്കി വെക്കണം. അതായത് ഇരട്ടി ശുദ്ധിയോടെ തന്നെ വെക്കണം. കൂടാതെ പൂജാമുറിയിലുള്ള പഴയ പ്രസാദങ്ങൾ, ഉണങ്ങിയ ഇലകളുണ്ട് എങ്കിൽ അവയെല്ലാം പൂജാമുറിയിൽ നിന്നും ഒഴിവാക്കണം. അത്ര ശുദ്ധിയോടെ, ഇരട്ടി ശുദ്ധിയോടെ തന്നെ പൂജാമുറി സൂക്ഷിക്കണം. ഇതോടെ പൂജാമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിച്ചു. ഇനി ചെയ്യേണ്ടത് അടുക്കളയുമായി ബന്ധപ്പെട്ടാണ്. ദൈവിക സാന്നിധ്യമുള്ള ഇടം. ഇവിടെ നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ചും പഴയ വസ്തുക്കൾ, പ്രത്യേകിച്ചും വേസ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അവ തീർച്ചയായും ഒഴിവാക്കണം. ഒഴിവാക്കി അടുക്കളയിലുള്ള മാറാമ്പില പോലുള്ള കാര്യങ്ങൾ, ചിലന്തിവല പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി അടുക്കള വൃത്തിയാക്കണം. അതായത് തുടയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ അരിപ്പാത്രം ഇന്നേ ദിവസം തുടച്ച് വൃത്തിയാക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അടുക്കളയിൽ മറ്റ് കേടായ വസ്തുക്കൾ അല്ലെങ്കിൽ
അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ശേഷം നിങ്ങൾ ഇന്നേ ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തണം. ഇന്നേ ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിച്ചതിന് ശേഷം അയ്യപ്പ നാമങ്ങൾ ഉരുവിട്ട് അതിനുശേഷമാണ് നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത്. അതിനുശേഷം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും സാധിക്കുന്നതായ പ്രസാദം നിങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നതും അവ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ പ്രസാദം അണിഞ്ഞുകൊണ്ട് തന്നെ മകരവിളക്ക്, മകരജ്യോതി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് അതിവിശേഷമാണ്. സാധിക്കുന്നവർ ആ ഒരു കാര്യം ചെയ്യണം. ഇന്നേ ദിവസം സാധിക്കുന്ന വഴിപാടുകൾ നിങ്ങൾക്ക് നടത്താം. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും വിശേഷം. സാധിക്കുന്നവർ ആ ഒരു കാര്യം കൂടി ചെയ്യുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. ആ മന്ത്രങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഞാനിവിടെ പരാമർശിക്കുന്നത് 2 മന്ത്രങ്ങളാണ്. ഈ 2 മന്ത്രങ്ങൾ അതിരാവിലെ ജപിക്കുന്നതും ഇന്നേ ദിവസം 108 ജപിക്കുന്നതും ഉത്തമമാണ്. മകരവിളക്ക് തെളിയുന്നതായ സമയത്ത് നിങ്ങൾക്ക് ഈ പരാമർശിച്ചിരിക്കുന്ന മന്ത്രങ്ങളിൽ ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ശരണം വിളിക്കാം. ശരണം വിളിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം കണ്ണുകൾ അടച്ച്, അതായത് ഭഗവാന്റെ രൂപം മനസ്സിൽ വന്നുകൊണ്ട് മകരജ്യോതി ദർശിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ഈ മൂലമന്ത്രം 108 ജപിക്കാം. അതും ഉത്തമമാണ്. മകരജ്യോതി തെളിയുമ്പോൾ ശരണം വിളിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് ഭഗവാന്റെ ഈ മൂലമന്ത്രം കൂടി ജപിക്കാം. ഇന്നേ ദിവസം ജപിക്കേണ്ട ആ വിശേഷപ്പെട്ട ആ 2 മന്ത്രങ്ങൾ ഇപ്രകാരമാകുന്നു. ആദ്യത്തെ മന്ത്രം അയ്യപ്പസ്വാമിയുടെ മൂലമന്ത്രമാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം ഗ്രൂം നമഃ പരായ ഗോപ്ത്രേ. ഓം ഗ്രൂം നമഃ പരായ ഗോപ്ത്രേ. ഓം ഗ്രൂം നമഃ പരായ ഗോപ്ത്രേ എന്നാണ് മന്ത്രം. ഈ മന്ത്രം ഇന്നേ ദിവസം 108 നിങ്ങൾ ജപിക്കുക. നിത്യവും ജപിക്കുന്നത് അത്രമേൽ വിശേഷമാണ്. സാധിക്കുന്നില്ല എങ്കിൽ ഇന്നേ ദിവസം തീർച്ചയായും ജപിക്കണം. ഇനി പരാമർശിക്കാൻ പോകുന്നത് ശാസ്ത്ര ഗായത്രി മന്ത്രമാണ്. ഈ മന്ത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ മന്ത്രം രാത്രി സമയങ്ങളിൽ ജപിക്കരുത്, പകൽ സമയത്താണ് ജപിക്കേണ്ടത്. പ്രത്യേകിച്ചും അതിരാവിലെ ജപിക്കുകയാണ് എങ്കിൽ, നിത്യവും നിങ്ങൾ അത് തുടരുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും 108 നിങ്ങൾ ജപിക്കുക. പ്രത്യേകിച്ചും ശാസ്താക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ശബ്ദം താഴ്ത്തി ഈ മന്ത്രം ജപിക്കുന്നതും അത്രമേൽ വിശേഷമാണ്. ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്ത പ്രചോദയാത് എന്നാണ്. ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്ത പ്രചോദയാത് എന്നാണ്. 108 ഇന്നേ ദിവസം ജപിക്കുക. നിത്യവും ജപിക്കുന്നത് ഏറ്റവും ഉത്തമവുമാണ്. ഇനി ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് പ്രത്യേകിച്ചും ചെയ്യേണ്ടതായ കാര്യം പറയാം. സന്ധ്യാസമയം ആകുന്നതിന് മുൻപ് തന്നെ ഒരു വാഴയില വെട്ടി കഴുകി തുടയ്ക്കണം. ആ വാഴയിലയിൽ ഇന്നേ ദിവസം അവില്, മലര്, ശർക്കര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, പഴം എന്നിവ ഭഗവാന് നേദിക്കണം. അതിനായി ആദ്യം നിലവിളക്ക് കഴുകി തുടച്ച് 5 തിരിയിട്ട ഭദ്രദീപം, അതും നെയ്വിളക്ക് തന്നെ നിർബന്ധമായും നിങ്ങൾ തെളിയിക്കുക. ഒരു ചെറിയ കുപ്പി നെയ്യ് വാങ്ങിയാൽ മതി. ഭഗവാന് നെയ്വിളക്ക് തന്നെ തെളിയിക്കുക. 5 ദീപമിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കണം. ആ ഭദ്രദീപത്തിന് മുൻപിലായി നിങ്ങൾക്ക് ഈ വസ്തുക്കൾ ഭഗവാന് നേദ്യമായി സമർപ്പിക്കാം. പൊന്നമ്പല വീട്ടിൽ മകരജ്യോതി തെളിഞ്ഞതിന് ശേഷം ഈ വസ്തുക്കൾ, അതായത് ഭഗവാന് നേദ്യമായി നൽകിയിരിക്കുന്ന വസ്തുക്കൾ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും എടുത്ത് സേവിക്കാം. അതോടൊപ്പം നിങ്ങളുടെ അടുത്തുപുറത്തുള്ള വീടുകളിൽ അയൽവാസികൾക്ക് നൽകുന്നതും ഏറ്റവും ഉത്തമമാണ്.
ആ ഒരു കാര്യവും ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി നൽകുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായ 2 കാര്യങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം മകരവിളക്ക് ദിവസമായ ഇന്ന് അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഭഗവാൻ സർവ്വ സൗഭാഗ്യങ്ങളും ഇരട്ടിയായി നൽകുന്ന ദിവസം. ഇന്നേ ദിവസം പൊന്നമ്പല വീട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ വീടുകളിൽ തീർച്ചയായും ശരണം നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്ക് കഴിയാവുന്ന ഉച്ചത്തിൽ തന്നെ വിളിച്ചോളൂ. അതോടൊപ്പം ഇന്നേ ദിവസം നിങ്ങൾ ജോലി സ്ഥലത്താണ് എങ്കിലും തീർച്ചയായും ശരണം വിളിക്കുവാൻ ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. ജോലി സ്ഥലത്താണ് എങ്കിലും തീർച്ചയായും ഈ ഒരു കാര്യത്തിന് ഇന്നേ ദിവസം പ്രാധാന്യം നൽകണം. ഉച്ചത്തിൽ തന്നെ ആകണം എന്നില്ല. ഇനി അഥവാ ജോലി സ്ഥലത്ത് മനസ്സിലാണ് നിങ്ങൾക്ക് ശരണം വിളിക്കുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആകാം. അപ്രകാരമാണ് എങ്കിലും ശരണം വിളിക്കുക. ഈ ഒരു കാര്യം അഥവാ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നത് അയ്യപ്പ പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. വരുന്ന വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഏവർക്കും സ്വാമിയുടെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.